അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അറക്കൽ തറവാട്ടിലെ ഹാദിയ എന്ന പുത്രി, അതെ, അഹങ്കാരത്തിന് കയ്യും കാലും മുളച്ചവൾ എന്ന് തന്നെ പറയാം. പിതാവ് ആവശ്യപ്പെടുകയാണ്, മോളെ ഹാദിയ, നിന്നെ ഇന്നൊരു കൂട്ടർ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. എന്നെയോ? എന്തിന്? സാധാരണ രീതിയിൽ പെണ്ണ് കാണാൻ വരുന്നത് എന്തിനായിരിക്കും? വിവാഹപ്രായമായല്ലോ നീയ്, നിന്നെ കെട്ടിച്ചു വിടണം. ഓ, അങ്ങനെ. അതെ ബാപ്പ, എനിക്ക് നിങ്ങളോട് കാര്യം പറയാണ്ട്. കല്യാണി വിവാഹം എന്നും പറഞ്ഞ് എൻ്റെ പിന്നാലെ വരാൻ പോവണ്ട. മോളെ ഹാദിയ, നീ എന്താ അങ്ങനെ പറയുന്നത്? ബാപ്പാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കല്യാണക്കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഒന്നും സംസാരിക്കണ്ട, എനിക്ക് പഠിക്കണം എന്നുള്ളത്. നീ പഠിച്ചോ മോളെ, അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് നിക്കാഹ് കഴിച്ചിട്ടാ പോരെ? നിക്കാഹ് എന്നിട്ട് പിന്നെ വേണ്ട, ഞാൻ ഒന്നിനുമില്ല. ബാപ്പ, നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട, എന്നോട് ഇതിനെക്കുറിച്ച് പറയും വേണ്ട. മോളെ ഹാദിയ, ഉമ്മ ദയനീയമായി അവളെ വിളിച്ചു. ആ, എന്താ ഇനി ഉമ്മാക്ക് എന്താ ഉപദേശം? മോളെ, കല്യാണപ്രായം അയക്കണം നീ. ഒരു കൂട്ടരിന്ന് കാണാൻ വരുമെന്ന് പറഞ്ഞിക്കണ്. അത്യാവശ്യം സ്വത്തും സമ്പത്തൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്. ചെക്കന് ഡോക്ടറാണ് ജോലി. പിന്നെ നമ്മളെ തറവാടും സ്വത്തൊക്കെ കണ്ടിട്ട് തന്നെയാണ് വരുന്നതും. അറക്കൽ തറവാട് എന്ന് വെച്ചാൽ ഇത്ര മോശപ്പെട്ടവരൊന്നല്ലല്ലോ. അതുകൊണ്ട് നിന്നെ കണ്ടാൽ പിന്നെ ഇഷ്ടപ്പെടാനും ഉണ്ടാവില്ല. എൻ്റെ പൊന്നാരുമ്മ, നിങ്ങൾക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? ഒരു ഡോക്ടറെ കല്യാണം കഴിച്ച് 24 മണിക്കൂർ അവർക്ക് പേഷ്യൻറ്റിൻ്റെ കൂടെ ആയിരിക്കും അവരുടെ ജീവിതം. എനിക്കിഷ്ടമേ അല്ല ഡോക്ടർ ഒരു ഒഴിവുമില്ലാത്ത. കല്യാണം കഴിക്കുകയാണെങ്കിൽ ഭാര്യയുടെ കൂടെ കുറച്ച് എൻജോയ്മെൻറ്റ് ചെയ്യണ ആളുകളെ തന്നെ കല്യാണം കഴിക്കണം. എങ്കിൽ മാത്രമേ ജീവിതം സന്തോഷമാവുള്ളൂ. അല്ലാതെ ഡോക്ടറും വക്കീലും ജഡ്ജിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒഴിവുണ്ടാവോ അവർക്ക്? മോള് പിന്നെ എങ്ങനത്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് എൻ്റെ മനസ്സിൽ ചില സ്വപ്നങ്ങളുണ്ടായിരുന്നു. അതായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. എന്താ മോളെ നീ പറയുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഉസ്താദുമാരെയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹം എന്നുള്ളത്. അത് കേട്ട് ഉമ്മ പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ, ആകെ 4000 രൂപ ശമ്പളമുള്ള ഓലെയാണോ നീ കല്യാണം കഴിക്കണത്? ഉമ്മ, ശമ്പളം 4 ആയാലും 5 ആയാലും സൗന്ദര്യവും സ്നേഹവും ഉള്ള ഒരു ഭർത്താവിനെ കിട്ടുക എന്നുള്ളതിനാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം. അതിൽ സ്വത്തും മുതലും ജഡ്ജും പോലീസും വക്കീലും ഡോക്ടറൊന്നും ആവണമെന്നില്ല. ഒരു മനുഷ്യനായാൽ മതി, അതും മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു പുരുഷൻ. മോളെ എന്തൊക്കെയാ പറയുന്നത്? മോളെ, ഉസ്താദുമാരെന്നൊക്കെ വെച്ചാൽ നല്ലതൊക്കെ തന്നെയാണ്. ഓൾക്ക് ജീവിക്കാൻ ഓലെ കയ്യിൽ ക്യാഷ് ഉണ്ടാവുമോ? എന്തിനാണ് ഇപ്പോൾ ക്യാഷിൻ്റെ ആവശ്യം? ക്യാഷ് എന്താ അറക്കൽ തറവാട്ടിലില്ലേ? എനിക്കുള്ള ക്യാഷ് ഇവിടെ ഉണ്ടാവില്ലേ? മോളെന്താ പറയണത്? അങ്ങനെ മോൾക്ക് അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹം ഉണ്ടോ? ആ പിതാവിൻ്റെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ അവൾ പറഞ്ഞു, ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാം തട്ടിയെടുത്ത് കളഞ്ഞു. മോൾ എന്തൊക്കെയാ പറയുന്നത്? പക്ഷേ ബാപ്പ ഒന്നുകൂടി വിചാരിച്ചാൽ എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിരിക്കും. മോളെ, നീ എന്ത് കാര്യം പറയുന്നത്? ബാപ്പ, നിക്കാഹേ കഴിഞ്ഞിട്ടുള്ളൂ, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് ഇഷ്ടമായിരുന്നു അയാളെ. അത് ഒരു ഉസ്താദാണ്, ഞങ്ങളെ കോളേജിലെ ഉസ്താദ്. ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് അയാളെ. പിന്നെ ഞാൻ പറഞ്ഞപ്പോഴേക്കും അയാളുടെ നിക്കാഹ് കഴിഞ്ഞു. അതാണ് എനിക്ക് ദേഷ്യം. അതെ, ഞാൻ പറഞ്ഞു എൻ്റെ ബാപ്പയോട്, ഞാൻ പറയട്ടെ, നിങ്ങൾ ബാപ്പയോട് സംസാരിക്കൂ എന്നുള്ളത്. പക്ഷേ നിന്നില്ല. അപ്പോഴേക്കും എൻ്റെ വിവാഹം ഉറപ്പിച്ചതാണെന്ന് ദേഷ്യം എനിക്ക് വന്നു. എൻ്റെ പൊന്നുമോളെ, നീ എന്തൊക്കെയാടി പറയുന്നത്? അങ്ങനെ നിക്കാഹ് കഴിഞ്ഞെന്ന് വിചാരിച്ച് പിന്നെന്തിനു നമ്മളതിനെക്കുറിച്ച് ആലോചിക്കുന്നത്? ഉമ്മ, നിക്കാഹല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. മോളെ, നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താ? അതെ, ഒരു പെണ്ണിനെ ഇണയാക്കി കൊടുത്തു, അവർക്ക് അവരുടെ ജീവിതത്തിൽ എല്ലാം ഹലാലായി എന്നർത്ഥം. എന്നാലും വേണ്ടില്ല, എനിക്ക് ഹബീബ് ഉസ്താദ്, അതെൻ്റെ ഹൃദയത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖം, അതിപ്പോൾ ആര് തന്നെ കെട്ടിയാലും നിക്കാഹ് കഴിച്ചാലും എനിക്ക് ഹബീബ് ഉസ്താദിനെ സ്വന്തമാക്കണം. എങ്കിൽ മാത്രമേ എൻ്റെ ആഗ്രഹം പൂർത്തിയാക്കിയുള്ളൂ. അല്ലാതെ ഡോക്ടറായാലും എന്തായാലും. മോളെ, ഒന്നുപോലും വന്ന് കണ്ടോട്ടെ, നല്ല ഡോക്ടറാണ്, നല്ല ചെറുപ്പക്കാരൻ ഡോക്ടറല്ലേ. പിന്നെന്താ, വയസ്സിനെ കൊണ്ടാണോ എന്നെ കെട്ടിക്കാൻ നോക്കുന്നത്? അതല്ല മോളെ, ഒന്ന് വന്നോട്ടെ. ഞാൻ പറഞ്ഞു പോയി, എന്നോട് ചോദിക്കാതെയാണോ നിങ്ങളിത് ചെയ്യുന്നത്? മോളെ, ഏതൊരു മക്കളുടെ മേലിലും
ചെറിയൊരു അധികാരം മാതാപിതാക്കൾക്ക് ഉണ്ടാവില്ലേ? എൻ്റെ മോളെന്നുള്ള രീതിയിൽ പിന്നെ ഞാനിപ്പോൾ എന്താ ഞാൻ പറയുക? അതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല മോളെ, അത് പറഞ്ഞാൽ പറ്റില്ല. മോള് ദയവായി ഒന്ന് നിന്ന് കൊടുക്കണം കേട്ടോ. ഛേ, നാളെയാണ് ഇനി ഇലക്ഷൻ്റെ ദിവസം കോളേജിൽ. അവർക്കൊക്കെ ഞാൻ ക്യാഷും കൊടുത്തിട്ടുണ്ട്. ബാപ്പ, എനിക്ക് കുറച്ച് ക്യാഷ് ചേഞ്ച് ആക്കി തരണം. ചേഞ്ചോ? അല്ല, ബാങ്കിൽ നിന്ന് എടുത്തു തരണം കുറച്ച് 500-ൻ്റെ നോട്ടുകൾ. എന്തിനാ മോളെ? അതൊക്കെ എനിക്ക് ആവശ്യമുണ്ട്. ആ, അതൊക്കെ ഞാൻ തരാം. മോള് ഇതിന് സമ്മതിക്കണം കേട്ടോ. കാണാൻ വന്നോട്ടെ, പക്ഷെ സമ്മതിക്കലൊക്കെ ഞാൻ പിന്നീട് അറിയിക്കും. മനമില്ല മനസ്സോടു കൂടിയാണ് അവൾ അതിന് നിന്നത്. കാണാൻ വന്നോട്ടെ, എനിക്കിപ്പോൾ എന്താ, കാണാൻ വരുന്ന അത്ര വലിയ സംഭവമൊന്നുമല്ലല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിലല്ലേ. അവൾക്ക് ദേഷ്യമായിരുന്നു. മോളെ, ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിക്കാളി, ഇമ്മാൻ്റെ കുട്ടി. എന്താ ഇതിന് കുഴപ്പം? ഞാനൊന്നും ഇടുന്നത് പുതിയ പുതിയ ഡ്രസ്സുകളാണ്. ഇതിനെന്താ കുഴപ്പം? കുഴപ്പമുണ്ടായിട്ടല്ല. ഒന്ന് നല്ല മട്ടത്തിലൊന്ന് മുടിയൊക്കെ ഒന്ന് വാർന്ന് കെട്ടി. ഓ, ഇങ്ങനെയൊക്കെ മതി. ഒന്നുമില്ലെങ്കിൽ നീ ഇസ്ലാമിയ കോളേജിൽ പഠിക്കണേ കുട്ടിയല്ലേ? ഇസ്ലാമിയ കോളേജിൽ അതവിടെ എത്തുമ്പോൾ എന്ന് കരുതിയിട്ട് ഫാഷന് കുറവൊന്നും ഉണ്ടാവില്ല. മുടിയൊക്കെ കഴിച്ചിട്ട് ഞാൻ പോകുള്ളൂ. അങ്ങനെ പറ്റുന്നവർക്ക് മതി. മോളെ, നമ്മളെ കാര്യം ചിന്തിക്കേണ്ടേ? ഉമ്മ ഒന്നും മിണ്ടാതിരിക്കോ? എനിക്ക് എൻ്റെ ചില സ്വപ്നങ്ങളുണ്ട്. അഥവാ എനിക്ക് ആ സ്വപ്നം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇതിനേക്കാളും കൂതറയായി ജീവിക്കും. മോളെ, നീ പറയിപ്പിക്കല്ലേ. അർക്കൽ വീട്ടിൽ തറവാട്ടിൽ ആരും പറയിപ്പിച്ചില്ല. എൻ്റെ ഏട്ടത്തിമാരൊക്കെ നല്ല മട്ടത്തിലാണ്. നീ ചെറിയ മോളായതുകൊണ്ട് കുറച്ചധികം സ്വാതന്ത്ര്യം തന്നു. നിൻ്റെ ആങ്ങളമാരും ഒക്കെ നിന്നെ വല്ലാതെ അങ്ങ് കൊഞ്ചിച്ചു പോയി. മോളെ, നീ പറയുന്നതും ചെയ്യുന്നതൊന്നും ശരിയല്ല. നീ എന്തേ പറയുന്നത്? നിക്കാഹ് കഴിച്ച ഒരാളെയാണോ നീ സ്നേഹിക്കുന്നതിപ്പോൾ? ഉമ്മ, ഒരു നിമിഷം ഞാൻ അറിഞ്ഞില്ല. അപ്പോഴേക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് ആഗ്രഹിച്ചു പോയിരുന്നു ആ ഒരു ഉസ്താദിനെ കണ്ടാൽ ആരും തന്നെ ആഗ്രഹിച്ചു പോവും. അത്രക്കും സുന്ദരനാണ്. പക്ഷേ എനിക്ക് വില്ലത്തിയായിട്ട് ഒരു പെണ്ണ് ഉണ്ട്. അതെ, അവള് സ്വന്തമാക്കി ഉസ്താദിനെ. പക്ഷെ അതെനിക്ക് സഹിച്ചില്ല തീരെ. എൻ്റെ മോളെ, എത്രയോ ഉസ്താദുമാർ ഇനിയും ഉണ്ടാവും. ഉമ്മ, എത്ര ഉസ്താദുമാരായാലും തങ്ങന്മാരായാലും നമ്മൾ ആഗ്രഹിച്ച ഉസ്താദിനെ കിട്ടുകയെന്ന് വെച്ചാൽ അതിനേക്കാളും വലിയ. മോളെ, ആഗ്രഹിച്ചത് നീ നിക്കാഹ് കഴിഞ്ഞ ഒരാളെയാണ്. അല്ലാതെ അല്ലുമ്മ, അതിനു മുമ്പ് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എല്ലാം പെട്ടെന്നായിരുന്നു. എന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ല. നിക്കാഹിൻ്റെ കാര്യങ്ങൾ, കല്യാണത്തിൻ്റെ കാര്യം, കാണാൻ വരുന്നത് ഒന്നും. എല്ലാം എത്ര പെട്ടെന്നാണെന്നോ, ഒരാഴ്ചക്കുള്ളിൽ എല്ലാം അങ്ങ് കഴിഞ്ഞു. ഞാൻ അങ്ങോട്ട് വന്നപ്പോഴേ ആഗ്രഹിച്ചതായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന്. മോളെ ഹാദിയ, എത്രയോ ഉസ്താദുമാരങ്ങനെ ഉണ്ടാവും, എത്രയോ എന്ന് കരുതി എല്ലാവരും ഇഷ്ടം തോന്നും അമ്മ. ഓ, അപ്പം നിനക്ക് ഉസ്താദുമാരെ ഇതാക്കണം എന്നല്ല, അപ്പം ഏതൊരു വ്യക്തിയോടാണ് നിനക്ക്? അതെ, ആ വ്യക്തി സുന്ദരനായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും വേണ്ടിയില്ല, അവർ വരാനേക്കണ്. ഈ മാറ്റി ഒരുങ്ങിക്കോ. ഞാൻ മാറ്റി ഒരുങ്ങണമെന്നില്ല, ഇങ്ങനെ കണ്ടിഷ്ടപ്പെടുന്ന മതി. എന്നാലും ഞാൻ ഒരു കാര്യം പറയാം, എനിക്കിഷ്ടപ്പെടില്ല കേട്ടോ. നീ ഏത് കൊമ്പന്മാർ വന്നാലും ഞാൻ അഴി വീഴില്ല. മോളെ, പിതാവ് വിളിച്ചു. എന്ത് പാപ്പ? മോളെ, അവരിങ്ങ് എത്താനായി. നീ ഒന്ന് മാറ്റിയൊരുങ്ങ്. എല്ലാവർക്കും എന്താ മാറ്റിയൊരുങ്ങി കാണാൻ? അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പാൻറ്റും ഷർട്ടും പെട്ടെന്നിട്ട്. മോളെ, കാണാൻ വരുമ്പോൾ ഒരു ചുരിദാറൊക്കെ ഇട്ട് നല്ല മട്ടത്തിൽ നിന്നാലല്ലേ? എന്താ അങ്ങനെ? നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിച്ചൂടെ? അല്ല മോളെ, നീ കോളേജിലേക്ക് പോകുമ്പോൾ പർദ്ദയൊക്കെ അണിഞ്ഞു പോണ പെണ്ണല്ലേ. അപ്പോൾ ഒന്നൊരു മാന്യതയ്ക്ക് വേണ്ടി പർദ്ദ വേണ്ട, ഒരു ചുരിദാറെങ്കിലും ഇട്ടൂടെ? വേണ്ട, പാൻറ്റും ഷർട്ടിലും ആർക്കാണ് എന്നെ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ മതി. ഞാൻ സമ്മതിക്കാനൊന്നുമില്ല, നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു പാവയെ പോലെ നിന്ന് കൊടുക്കുന്നു, അത്ര മാത്രം. സത്യം പറഞ്ഞാൽ മകളുടെ ആ ഒരു അഹങ്കാരം കണ്ട് ഉമ്മയും ഉപ്പയും അല്പം വിഷമിച്ചു. സാരല്ല, നമ്മൾ തലയിലും താഴത്തും വെക്കാതെ കൊഞ്ചിച്ചു. ആങ്ങളമാരും ഏട്ടത്തിമാരും അതെ, ചെറിയ കുട്ടി എന്നുള്ള പരിഗണന കൊടുത്തു. ഇപ്പം അവള് നിലത്തും അല്ല നിൽക്കുന്നത്. എന്നാൽ അല്പസമയത്തിന് ശേഷം അതാ വലിയൊരു കാറ് അങ്ങോട്ട് കടന്നു വരുന്നു. എടീ ആസ്യ, അവരിങ്ങ് എത്തിക്കണം കേട്ടോ. ഇക്ക ഇതാ ഇപ്പോൾ വരുന്നു. മോളെ ഹാദിയ, നീ മാറ്റിയോ? ഈ വേഷത്തിലാണോടി അവർ മുമ്പക്ക് പോകുന്നത്? അതിനെന്തോമ്മ, പാൻറ്റും ഷർട്ടും ഇത്ര മോശമുള്ള ഡ്രസ്സാണോ? അല്ല, എന്നാലും കുറച്ചൊരു ഇറക്കുള്ള ഡ്രസ്സ് എനിക്ക് കിട്ടൂടെ? കണ്ടില്ലേ, എൻ്റെ കാലിൻ്റെ തൊട വരെ കാണുന്നു. ഒക്കെ ഒന്ന് മറണ രീതിയിൽ മുട്ടിൻക്ക് വരെ ഉള്ളതെങ്കിലും ഒന്ന് ഇട്ടൂടെ? ഒന്നും മിണ്ടാതിരിക്കുമോ?
അതിന് വേണ്ടിയിട്ടാണ് എന്നെ അറബി കോളേജ് ചേർത്തിയത്. ഇപ്പം ഈ പറ്റ കണ്ട് കേട് വന്നിക്കുക. ഞാൻ കോളേജിൽ പോകുമ്പോൾ ഇടുന്നുണ്ടല്ലോ ഡ്രസ്സൊക്കെ. പിന്നെ പുറത്ത് പോകുമ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ എനിക്ക് ഇടണ്ടേ? എപ്പോഴും ഇങ്ങനെ മൂടി പൊച്ചിരിക്കാനാവോ? മതി മുണ്ടണ്ട. അപ്പോഴേക്കും അതാ പുതിയാപ്പിള ചെക്കനും അതിൻ്റെ കൂടെ രണ്ടാളുകളും കാണാൻ വരുന്നു. കൂട്ടത്തിൽ ഒരു പെണ്ണുമുണ്ട്. അതെ, ഒരു പെണ്ണും കാണാൻ വരുന്നുണ്ട് കേട്ടോ. മോളെ ഹാദിയ, ഒന്ന് നല്ല മട്ടത്തിൽ തട്ടക്കെട്ട് നിന്നാളെ. അവൾ മുഖം വീർപ്പിച്ച് തന്നെ നിൽക്കുകയാണ്. എന്തേ എനിക്ക് ഇഷ്ടമില്ലാത്തവരെ കാണാൻ വരിപ്പിക്കണ്. എന്നാൽ കയറി വന്നത് സുന്ദരനായ ഒരു ഡോക്ടറായിരുന്നു. അതെ, ഡോക്ടറും ഡോക്ടറുടെ ഉമ്മയാണോ പെങ്ങളാണോ അറിയില്ല. പിന്നെ അമ്മാവനും ഉപ്പയുമുണ്ട്. വിശാലമായ ആ ഒരു സിറ്റിംഗ് റൂമിലേക്ക് അവരെ ഉപ്പ ഇരുത്തി. ഇതാ ഇരുന്നോളൂ, ഇരിക്കി. വാലേക്കും സലാം. ഇരിക്കട്ടോ. അല്ല, പെണ്ണെവിടെ? പെണ്ണിന്ന് ഉമ്മയാണോ പെങ്ങളാണോ അറിയുന്നില്ല. ചുരിദാറാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ കണ്ടിട്ട് പ്രായമൊന്നും തോന്നുന്നില്ല. മോളെ ഹാദിയ, ഇരിക്കട്ടോ, ഉമ്മ പറഞ്ഞു. ആ മോളെ ഹാദിയ. അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് അതാ അങ്ങോട്ട് വരുന്നു. ഇന്ന മോളെ, ഇതൊന്ന് കൊണ്ടേ കൊടുക്ക്. എന്നാ ഈ ചായ. അവൾ അവളുടെ കൈകളിൽ ഉമ്മ ട്രേയിൽ 4 ഗ്ലാസ് ചായ വെച്ച് കൊടുത്തു. എന്നാ മോളെ, ഇത് കൊണ്ടേ കൊടുക്ക്. എനിക്ക് ഞാനത് ഇടലായിരിക്കും. ദയവായി മോളെ അവിടെ ചെല്ല്, നല്ല ഡോക്ടറാണ് വന്നിരിക്കുന്നത്. നേരെ അതാ അവൾ അങ്ങോട്ട് ചെന്ന് ആ ഒരു ചായയുടെ ട്രേ അവിടെ ടീപ്പോയിൽ വെച്ചു എന്നല്ലാതെ അവിടെ ഒരു നിമിഷം പോലും അവൾ നിന്നില്ല. അത് വെച്ച് അവൾ ഓടിപ്പോന്നു. ഒരു നിമിഷം എന്താ പെണ്ണിനൊന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ, ഇതെന്തപ്പോ? എന്നാൽ മണവാളൻ ചക്കൻ നല്ല സുന്ദരനായ ഒരു ഡോക്ടറായിരുന്നു. അത് ആരും കൊതിച്ചു പോകുന്ന നല്ലൊരു പയ്യൻ. ശരിക്കും ആ ഉപ്പാക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അത് അറക്കൽ തറവാട്ടിലെ ഈ ഒരു പെണ്ണിനെ കാണാൻ വന്നത് അതെല്ലാവർക്കും വളരെയധികം ഇഷ്ടവുമായി. ഉമ്മയും ഒരു നോട്ടം കണ്ടു. മോളെ. അപ്പോഴേക്കും അവരുടെ കൂടെ വന്ന് സ്ത്രീ പറഞ്ഞു, അത് കുട്ടികളൊന്ന് സംസാരിച്ചോട്ടെ, ശരിക്കൊന്ന് കാണാൻ പോലുള്ള നിന്നില്ല. അപ്പോഴേക്കും ഓടി. ആ നാണം കൊണ്ടായിരിക്കില്ലേ? ആ അത് കുട്ടികളൊന്ന് സംസാരിച്ചോട്ടെ, അതായിരിക്കും നല്ലത്. മോളെ ഹാദിയ, മോളെ റൂമിലേക്കൊന്ന് ചെല്ല്. എന്തിനെ? മോളെ ഒന്ന് പതുക്കെ സംസാരിക്ക്. അത് ചെക്കൻക്ക് നിന്നെ ഒന്ന് ശരിക്കൊന്ന് കണ്ട്. എന്താ എന്നെ കണ്ടില്ലേ? അത് മതി. മോളെ നല്ല മൊഞ്ചനായൊരു ഡോക്ടറാണ്. മോള് പറ്റുന്നുണ്ടെ ഒന്ന് പോയി സംസാരിക്കും മോളെ. എന്തെന്നറിയില്ല, അവളുടെ അഹങ്കാരം അതിന് സമ്മതിക്കുന്നില്ല. ഉമ്മാണ്ട് പോയിക്കോളി, എന്നെ കാണാൻ വരണ്ട. നിങ്ങളൊന്നും കൂടി കെട്ടിക്കായിരിക്കും നല്ലത്. ഓ, എൻ്റെ ഒരു പെണ്ണ് കാണാൻ വരില്ലേ? മോളെ ഒന്ന് മിണ്ടാതിരിക്കും പൊന്നു മോളെ. അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ പറയാൻ പാടില്ല മോളെ. ദയവായി ഉമ്മാൻ്റെ കുട്ടി ഒന്ന് ചെയ്. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും വേണ്ടില്ല, ഒന്ന് ചെല്ല്. ഉപ്പ പറഞ്ഞു. എന്നാൽ അങ്ങോട്ട് കയറിക്കോളി, നിങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോളി. മോളെ ഹാദിയ, മോളെ ഹാദിയ, ഉപ്പ വിളിച്ചു. എന്താ ബാപ്പാ? മോൾ ആ റൂമിലേക്കൊന്ന് ചെല്ല്. ചെക്കന് അതിനകത്തേക്ക് കയറിയിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് സംസാരിക്കാലോ. എന്ത് സംസാരിക്കാൻ? പേര് പോലും ചോദിക്കാൻ നീ നിന്നില്ല. അപ്പോഴേക്കും അവിടെ നിന്ന് ഓടിപ്പാഞ്ഞു പോന്നില്ലേ? എൻ്റെ റബ്ബേ, എന്തൊരു ശല്യാണിത്. മോളെ ചെല്ല്. മനമില്ല മനസ്സോടു കൂടി ഹാദിയ അതാ റൂമിലേക്ക് ചെല്ലുന്നു. അതെ, അവൾ ആ പാൻറ്റും ഷർട്ടും ഇട്ട് മുടിയെല്ലാം കാണിച്ചുകൊണ്ട് തന്നെ അവൾ അകത്തേക്ക് കയറി. എന്നല്ലാതെ ഒരിക്കൽ പോലും അവൾ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കിയില്ല. എന്ത് പേര്? ഹാദിയ. ഒട്ടും മയമില്ലാതെയാണ് അവൾ സംസാരിച്ചത്. എൻ്റെ പേര് ഷബീബ്. ഹാദിയക്ക് എന്തെങ്കിലും പറയാണ്ടോ? ഇല്ല. അതെന്താ ഹാദിയ? എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുവോ? എന്തിന്? എനിക്കിഷ്ടമല്ല. അതെന്താ ഹാദിയ അങ്ങനെ പറയുന്നത്? ഹാദിയ, എന്നാൽ എനിക്ക് ഹാദിയ ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ ഇഷ്ടമൊക്കെയാണ്. നിൻ്റേത് കൂടെ ഒന്നറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വിവാഹത്തിലേക്ക് കടക്കാമായിരുന്നു. സുന്ദരനും സുമുഖനുമായ ആ ഡോക്ടറുടെ ആ ഒരു വാക്ക് അവൾക്ക് തീരെ അങ്ങ് പിടിച്ചില്ല. അവൾ അവളുടെ തല ഒന്ന് ഉയർത്തി നോക്കുക പോലും ചെയ്തില്ല. ഹാദിയ, ഒന്ന് നോക്കോ? ഇല്ല. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് സങ്കടമായി. പെട്ടെന്ന് തന്നെ പെങ്ങൾ, മോനെ
ആ ഷബീബ്, ആ പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്വീറ്റ്സ് കൊടുത്തോളൂ. അവരുടെ കയ്യിൽ കരുതിയ ആ ഒരു ചോക്ലേറ്റ് ബോക്സ് എടുത്ത് ഹാദിയയുടെ കൈകളിൽ അദ്ദേഹം കൊടുക്കുകയാണ്. ഹാദിയ, എൻ്റെ ഇഷ്ടം ഞാൻ നിനക്ക് തരുന്നു. അവൾ മനമില്ലാ മനസ്സോടുകൂടി ആ ചോക്ലേറ്റ് വാങ്ങി. എങ്കിലും ആ നിമിഷം തന്നെ അവൾ അതെടുത്ത് ആ റൂമിലേക്ക് വലിച്ചെറിയുകയാണ്. ഒരു നിമിഷം ഡോക്ടർ ദയനീയമായി അവളെ നോക്കി. ഹാദിയ, ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് തുറന്ന് പറയാമായിരുന്നു. അത് പറഞ്ഞുകൊണ്ട് അതാ അയാൾ സങ്കടത്തോടെ അവിടെ നിന്നിറങ്ങി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പെങ്ങൾ ചോദിച്ചു, എന്തു പറ്റി ഷബീബ്? നമുക്ക് പോകാം ബാപ്പ, നമുക്ക് പോകാം. എന്നാ ഞങ്ങൾ വരട്ടെ ഇൻഷാ അല്ലാ. ഒരിക്കൽ പോലും അകത്ത് നടന്നത് ഉമ്മയും ഉപ്പയും ഒന്നും അറിയുന്നില്ല. സന്തോഷത്തോടെ അവരെ യാത്രയക്കുകയാണ് ഉമ്മയും ഉപ്പയും. ഇൻഷാ അല്ലാ, ഹൈറാണെങ്കിൽ നമുക്ക് വേഗത നടത്താം കേട്ടോ. ഇൻഷാ അല്ലാ, ആയിക്കോട്ടെ. മക്കൾ തമ്മിൽ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനിയിപ്പോൾ അധികമൊന്നും നീട്ടിവെക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അവിടുത്തെ പിതാവിൻ്റെ ശബ്ദം. അങ്ങനെയതാ അവർ ആ വലിയ കാറിൽ കയറി യാത്ര പോകുന്നു. ഹോ എൻ്റെ റബ്ബേ, ഒന്നിങ്ങോട്ട് കാട്ടിക്കൊടുക്കാനുള്ളൊരു പണി. ഓള് ചില്ലറക്കാരിയൊന്നല്ല. റബ്ബേ, ഏതായാലും ചെക്കന് നല്ലൊരു ചെക്കനല്ലേ. മാഷാ അല്ലാ, നല്ലൊരു ഡോക്ടർ. എല്ലാം കൊണ്ടും സൗന്ദര്യവും സമ്പത്തും ഒക്കെ ഉള്ള നല്ലൊരു ഡോക്ടറല്ലേ, നല്ലൊരു ചെറുപ്രായക്കാരൻ ഡോക്ടർ. ഹാദിയ മോളെ, മോൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഉപ്പ അങ്ങനെ ഇങ്ങനെയൊന്നും കൊണ്ടുവരില്ല, കൊണ്ടുവരുന്നത് നല്ലതേ കൊണ്ടുവരുള്ളൂ എന്നുള്ളത്. നല്ല രസമുണ്ടല്ലേ? അതെ, നല്ല പയ്യനാണ്. മാഷാ അല്ലാ, നമ്മുടെ പൊന്നു മോൾക്ക് പറ്റിയത് തന്നെയാണ്. എന്നാൽ ഹാദിയ മുഖം വീർപ്പിച്ചിരിക്കുന്നതാണ് അവർ കണ്ടത്. മോളെ, എന്താ നിനക്കെന്ത് വിഷമായോ? വിഷമം എന്താ? എൻ്റെ സമ്മതമൊന്നും ചോദിക്കാതെയാണോ മിഠായി തരുന്നത്? മോളെ, അപ്പം നിനക്ക് എന്തൊരു സ്വീറ്റ്സ് ഒന്ന് തന്നിരുന്നല്ലോ കൈകളിൽ? ആ തന്നിരുന്നോ? അതെല്ലാവർക്കും കൊണ്ട് എടുത്തു കൊടുത്തേക്ക്. എല്ലാവരും ആണ് തിന്നോട്. എവിടെ മോളെ അത്? അതാ ആ റൂമിലുണ്ട്. ഒരു നിമിഷം അവിടെ ചെന്ന ആ ഉമ്മ ഞെട്ടിപ്പോയി. ആ ഗ്ലാസിൻ്റെ ബോട്ടിലടക്കം അതാ ആകെ പൊട്ടി തകർന്ന് കിടക്കുന്നു. മോളെ, ഇതെന്താ സംഭവിച്ചത്? കയ്യിൽ നിന്ന് പൊട്ടി വീണു. മോളെ, അങ്ങനെ ഇങ്ങനെ വീഴും. ഇതെന്ത് എറിഞ്ഞ് പൊട്ടിച്ച പോലെയുണ്ടല്ലോ. എന്താ മോളെ ചെയ്തത്? ഒന്നുമില്ലെങ്കിൽ ഭക്ഷണ സാധനല്ലേ അത്, നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ആ ഉമ്മ അതെല്ലാം പെറുക്കിയെടുത്തു. അതിലെ വിലപിടിപ്പുള്ള ആ ഒരു ചോക്ലേറ്റ്സ് അത് പെറുക്കിയെടുത്തു. റൂമാകെ ചില്ലാണ്. മോളെ, അത്രയ്ക്കും വിദേശത്തുനിന്ന് കൊണ്ടുവന്ന ചോക്ലേറ്റ് നല്ല വിലപിടിപ്പുള്ള ഗ്ലാസ്സിലൊക്കെ ആക്കിയിട്ട് അവർ കൊണ്ടുവന്നത് നിനക്ക് എങ്ങനെ ഇതിന് കഴിഞ്ഞു? എനിക്കിഷ്ടമില്ലാതാണോ എനിക്ക് മിഠായി തരുന്നത്? എനിക്കെന്ത് സംഭവം എന്ന് അവർക്ക് ചോദിക്കണ്ടേ? അയാൾ വേഗം എടുത്ത് എനിക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞ് എൻ്റെ നേരങ്ങ് നീട്ടി. ഞാനൊരൊറ്റ കയറി കൊടുത്തു. സത്യം പറഞ്ഞാൽ ആ ഉമ്മ കരഞ്ഞു പോയി. മോളെ, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഒന്ന് മാന്യമായ രീതിയിൽ അദ്ദേഹം പോയിട്ടെന്ന് പറഞ്ഞാൽ പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. മോളെ, അയാൾ കണ്ടോ? ഡോക്ടർ മുമ്പിൽ വെച്ചാൽ അതെ, എനിക്ക് തന്ന ഉടനെ തന്നെ ഞാൻ എറിഞ്ഞു പൊട്ടിച്ചു. എൻ്റെ പെണ്ണെ, ഇത്രയൊന്നും ഇങ്ങനെ ആകാൻ പാടില്ലായിരുന്നു. ഒന്നുമില്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങളാണ് ഞാൻ എറിഞ്ഞൊടിച്ചത്. ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്താ മോളെ എൻ്റെ സ്വഭാവം ഇങ്ങനെ? എന്നാൽ ഉപ്പ, മോളെ ഹാദിയ, നമുക്ക് നല്ല ഡേറ്റ് കണ്ടുപിടിക്കണമല്ലോ. നമുക്ക് നിക്കാഹിനൊക്കെ വേണ്ടിയിട്ട്. പൊന്നും മോൻ നല്ല ഭംഗിയുണ്ടല്ലേ, എനിക്ക് നല്ലോണം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അതെ, നിങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കേണ്ട. അതെന്താടി അത്രക്കും നല്ലൊരു ആലോചന വന്നിട്ട് നിങ്ങളുടെ മോള് ചെയ്തത് കണ്ടിട്ടുണ്ടോ? അവർ കൊടുത്ത ആ സ്വീറ്റ്സ് അടക്കം എറിഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു. യാ അല്ലാ, എന്താ മോളെ ഹാദിയ, നീ ഇങ്ങനെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ. ഇത്രക്കും വലിയ ക്രൂരത ചെയ്യണോ? അതും ആ ഡോക്ടറുടെ മുമ്പിൽ വെച്ചാണ് ചെയ്തത്. വെറുതെ അല്ല. ഡോക്ടർ ഇറങ്ങിയപ്പോൾ കണ്ണുകൾ നിറഞ്ഞ പോലെ തോന്നിയത്. ഞാൻ വിചാരിച്ച സന്തോഷം കൊണ്ടായിരിക്കുന്നു. പക്ഷേ ഇവളിതിനകത്ത് ഇത് കാട്ടിക്കൂട്ടിയത് നമ്മൾ അറിയോ? മോളെ ഹാദിയ, ഇതിനൊക്കെ അനുഭവിക്കും. പടച്ചവനോട് വേഗം തൗബ ചെയ്തോ നീയെ. ആ ഉമ്മ ആസ്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഉമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ചില ഇഷ്ടങ്ങളുണ്ടെന്ന്. അതിനനുസരിച്ച് ഞാൻ നിൽക്കുള്ളൂ. എടി, നിക്കാഹ് കഴിച്ച് ആളല്ല സ്നേഹിക്കേണ്ടത്. വേറെ എത്രയോ ആളുകളുണ്ട്. ഇന്ന് വന്ന ഡോക്ടർക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല.
നല്ലൊരു ഡോക്ടർ നീയായിട്ടാണ് അതൊക്കെ തട്ടിത്തെറിപ്പിച്ച് കളയണത്. ഓർത്ത് മോളെ, ഇതിനൊക്കെ നീ അനുഭവിക്കും. പക്ഷെ അതിന് മുമ്പായിട്ട് വേഗം തൗബ ചെയ്ത് മടങ്ങിക്കോ. എൻ്റെ ഉമ്മയാണ് പറയണത്. അതല്ലാന്നുണ്ടെങ്കിലേ ആ ഉസ്താദിൻ്റെ കണ്ണീര് നിനക്ക് തട്ടും. കാരണം ഭാര്യയുള്ള അയാളെയാണ് നീ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. തെറ്റാണ് നീ ചെയ്യുന്നത് തികച്ചും. നിനക്ക് വേറെ ആരും ഇല്ലാത്ത പോലെ നിക്കാഹ് കഴിച്ചൊരു ഉസ്താദിനെ മനസ്സിൽ വെച്ചോൾ നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ നീ കോളേജിലേക്ക് പോകണ്ട. ഉമ്മ, നാളെ ഇലക്ഷൻ നടക്കുകയാണ്. ബാപ്പാ, എനിക്ക് തരാനുള്ള ക്യാഷ് എടുക്കി. മോളെ, ഞാൻ ബാങ്കിൽ പോയിട്ട് എടുത്തിട്ട് വരാം. ആ പിതാവിൻ്റെ മുഖവും വല്ലാതെ വാടിയിരിക്കുന്നു. എന്തിനാ അവൾക്ക് നിങ്ങൾ കണക്കിലേറെ ക്യാഷ് കൊടുക്കുന്നത്? അതുകൊണ്ടൊക്കെ തന്നെയാണ് അവൾ ഇങ്ങനെ കേടുവന്നത്. ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഒട്ടും ശരിയല്ല അവൾ ചെയ്തത്. ഹോ, അദ്ദേഹം പോയിട്ടാണ് കുഴപ്പമില്ല. ഹോ, അദ്ദേഹത്തിന് മുമ്പൊന്നും അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ, ഹാദിയ മോളെ, ഇതുവരെ നിന്നെ തല്ലിയിട്ടില്ല. തല്ലാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കരുത്. ബാപ്പാ, എന്നെ തല്ലിക്കൊന്നോളൂ. അതിനേക്കാളും നല്ല അതാണ്. ഇഷ്ടമില്ലാത്ത ആൾക്കാരെ കൊണ്ട് നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കുക. മോളെ, ഇഷ്ടം നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും കണ്ടാലല്ലേ മനസ്സിലാവുള്ളൂ. നീ അവനെ കണ്ടാൽ ഒരിക്കലും വെറുതെ വിടില്ലായിരുന്നു. അത്രക്കും സുന്ദരനായ സുമുഖനായ ഒരു ഡോക്ടർ വന്നിട്ട് നീ അത് തട്ടിക്കളഞ്ഞത് വല്ലാത്തൊരു മോശമായിപ്പോയി. ആദ്യമൊക്കെ ചില സ്വപ്നങ്ങളുണ്ട്. അത് എന്തൊക്കെ തന്നെയാലും ഞാൻ നേടിയെടുക്കും. അതിപ്പോൾ നിക്കാഹ് കഴിഞ്ഞതാണെങ്കിലും കല്യാണം കഴിഞ്ഞതാണെങ്കിലും ശരി. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട്. അതെനിക്ക് വേണം. മോളെ, ബാപ്പ വേഗം പോയിട്ട് ക്യാഷ് എടുത്ത് കൊണ്ടുവരണം. എന്തിനാ? നിങ്ങളങ്ങനെ ക്യാഷ് കൊടുത്ത് കേടെടുത്തിട്ടോ? എനിക്ക് നാളെ ഇലക്ഷനാണ് എൻ്റെ കോളേജിൽ. അതെ, ഇലക്ഷന് വേണ്ടി എനിക്ക് ആളെ പിടിക്കണം. എനിക്ക് വിജയിക്കണം. അതിനു വേണ്ടിയിട്ട്. എന്തിനാ മോളെ അങ്ങനെയൊക്കെ? അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കലല്ലേ? അതല്ലാതെ അല്ല, നീയല്ല പറഞ്ഞിരുന്നത് ഇപ്പം അടുത്ത് സ്കൂളിൽ ഇലക്ഷൻ നടന്നു, ആയിഷ എന്ന പെൺകുട്ടിയെ തിരഞ്ഞെടുത്തു എന്നൊക്കെ ലീഡർ സ്ഥാനത്തേക്ക്. എന്താ അവളൊക്കെ മാറ്റിയോ? മാറ്റാൻ പറഞ്ഞു. എപ്പോഴും ലീവല്ലേ? ലീവ്, ടൂറ്, അവരാഘോഷിക്കല്ലേ ഹണിമൂണ്. അത് കോളേജിലെ ഒരു ഉസ്താദും ഭാര്യയും തമ്മിൽ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടാൻ പാടുണ്ടോ? അത് അവർ എല്ലാം ആഘോഷിക്കാണ്. നമുക്ക് ബിസിനസ്സുകാരും ഡോക്ടർമാരൊക്കെ ആകുമ്പോൾ അവർക്ക് ഒഴിവുണ്ടാവില്ലല്ലോ ഹണിമൂൺ ആഘോഷിക്കാറൊന്നും. ഉസ്താദുമാരെ കിട്ടിയാലേ അവർ സമയം കണ്ടെത്തി അവർ നമുക്ക് സന്തോഷം നൽകും. അതുകൊണ്ടാണ് ഞാൻ അതിന് വാശി പിടിക്കുന്നത്. പക്ഷേ മറ്റൊരു ഭാര്യയുള്ള ഉസ്താദിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതിൽ അത് തികച്ചും തെറ്റാണ് നീ ചെയ്യുന്നത്. ഉമ്മ തറപ്പിച്ച് പറഞ്ഞു. ആയിക്കോട്ടെ, നിങ്ങളൊന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? കൂടുതൽ എന്നോട് സംസാരിക്കാൻ വന്നാലുണ്ടല്ലോ ഞാൻ മറ്റു വല്ല പണിയും ചെയ്യും. മോളെ, എന്നാൽ ആ പിതാവ് വിളിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട ആസ്യ, അവളോടൊന്നും പറയില്ല. ഇടയ്ക്കിടെ അവൾ കടുങ്കൈ ചെയ്യും, ജീവനെടുക്കും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്ന പെണ്ണാണ്. മാനസിക നില അവളുടെ ഇത് എന്തോ രീതിയിലാണ്. പഠിച്ചോ കാക്കട്ടൊന്നും മിണ്ടണ്ട. നമ്മളെ പേടിപ്പിക്കാനാണെങ്കിലും അവളത് പറയുന്നുണ്ട്. ഇക്ക, എന്ത് ചെയ്യുക? ഇവളുടെ ഒരു വാശിയും വൈരാഗ്യം. അതുകൊണ്ടാണ് ഇസ്ലാമിയ കോളേജിൽ കൊണ്ടാക്കിയത്. അവിടെ പോയി കഴിഞ്ഞാലെങ്കിലും നല്ല സ്വഭാവം ആകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഈയിടെയാണ് ഇപ്പോൾ കുറച്ച് കൂടിയത്. അതെ, അവരെ കോളേജിലേത് കുട്ടിയുടെ നിക്കാഹ് കഴിഞ്ഞു, ഒരു ഉസ്താദെ കല്യാണം കഴിച്ചു. അതിനുശേഷം അവൾക്കൊരു ദേഷ്യമാണ്, വാശിയാണ്. നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അവൾ ആഗ്രഹിച്ച പണം ഞാൻ കൊണ്ടുപോയി കൊടുക്കട്ടെ. ഇക്ക, നമ്മളെല്ലാം വാങ്ങി കൊടുത്ത് മോളെ വല്ലാതെ കേടുവരുത്തി അല്ലേ? സാരല്ല, അവസാനത്തെ മോളല്ലേ. ആ പിതാവ് കരഞ്ഞുകൊണ്ടാണ് അന്ന് അവിടെ നിന്ന് ഇറങ്ങിയത്. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.